ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കർക്കിടക മാസമൊക്കെ കഴിയാറായില്ലേ, ഇനി നമുക്ക് ഒരു നാടൻ കറി ഉണ്ടാക്കി വെക്കാം. നമ്മുടെ ചേമ്പിൻതാളും പരിപ്പുമാണ് ഇന്നത്തെ കറി. കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് ചേമ്പിൻതാൾ മുറിക്കാൻ പോവാം. ഞാനിവിടെ പറമ്പിൽ തന്നെ ഉണ്ട് താള്, അവിടെ നിന്ന് മുറിച്ചെടുക്കണത്. താളൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരുമ്പോഴേക്കും നമുക്ക് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം. പരിപ്പ് കഴുകി കുക്കറിൽ വിസിൽ വരുത്താൻ വച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് പരിപ്പ് വേവിക്കണത്. ഇനി നമുക്ക് താളിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതായി നുറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കാം. ചെറുതായിട്ടാണ് ഞാൻ നുറുക്കണത്. നല്ലോണം കഴുകി വാരിയെടുക്കാം. താള് 2-3 പ്രാവശ്യം കഴുകി എടുക്കണം. താളൊക്കെ നല്ലോണം നുറുക്കി കഴുകി വന്നപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് താള് പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിക്കാം. താള് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം ചിരണ്ടി അരച്ചെടുക്കാം. നാളികേരത്തിലേക്ക് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. താളൊക്കെ നല്ലോണം വെന്തു. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം അരച്ചു വെച്ച് നാളികേരം കൂടി ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്ത് താളിച്ച് കറിയിലേക്ക് ഒഴിക്കാം. താളും പരിപ്പും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ.